ക്രിസ്തുവിന്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. നീതി സൂര്യൻ തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായിരിക്കുന്ന മലാഖി പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നീതി സൂര്യൻ, യഹോവയെ ഭയപ്പെടുന്ന, യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു നീതി സൂര്യൻ ഉദിക്കുമെന്ന്. പല കാര്യങ്ങളിലും നീതി കിട്ടാതിരിക്കുന്നവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നവരെ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സന്ധിക്കുവാൻ കഴിയാതെ സങ്കടത്തോടും വിഷമത്തോടും കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുകയും വൈകുന്നേരങ്ങളിൽ അസ്തമിക്കുകയും ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം ഉദിക്കുകയും കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാ മേഖലകളിലും മറുപടിയായി ഇറങ്ങി വരുവാനും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഹൃദയത്തിൽ ഒരു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയുവാനുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വം എടുക്കണം അപ്പച്ച. ഹല്ലേലൂയ. അവിടുത്തെ നാമം വലിയതാണല്ലോ കർത്താവേ. അങ്ങയുടെ നാമത്തിൻ്റെ മുമ്പിൽ ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുമെന്ന് വചനത്തിൽ പറയുന്നു കർത്താവേ. ഞങ്ങളും കർത്താവിൻ്റെ നാമത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ആ നാമത്തിൻ്റെ മുമ്പിൽ കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്ന സകല വിഷമതകളും സങ്കടങ്ങളും ദൈവമേ, പൈശാചികമായിരിക്കുന്ന എല്ലാ പോരുകളും പോരാട്ടങ്ങളും സകലതും അവിടുത്തെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടമടങ്ങുവാനും അങ്ങയുടെ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനുമായി ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണം അപ്പച്ച. വിവിധ ആവശ്യങ്ങളുടെ ദൈവസന്നിധിയിൽ സങ്കടത്തോടെ വന്നിരിക്കുന്നവർ, കഴിഞ്ഞ അനേക മാസങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവർ, അങ്ങേ കുരുപടി കൂടി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങേ കുറെ കൂടി സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ മക്കൾ, തങ്ങളുടെ ആവശ്യഭാരങ്ങൾക്കായി വന്നിരിക്കുന്നവർ, ഏതവസ്ഥയിൽ എന്താവശ്യത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും കർത്താവേ, ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ നിന്ന് അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് അവരെ അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ആത്മാവിൽ അവർ ശക്തരായി മാറട്ടെ, ആത്മീക വർധന പ്രാപിച്ചവരായി മാറട്ടെ. അവർ ദൈവഹിതം ദൈവമേ തിരിച്ചറിയുന്നവരും ദൈവഹിതത്തിൽ തികഞ്ഞവരും പൂർണ്ണരുമായി മാറുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, ക്രിസ്തു വന്ന തലയോളം വളരുവാൻ, പ്രായത്തിൽ പുരുഷത്വം തികഞ്ഞു വരുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടുകൂടി തങ്ങളുടെ ജീവിതങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സകലതും ഓരോ ദിവസവും ദൈവമേ അവരുടെ ജീവിതത്തിലും അവരുടെ തലമുറകളുടെ ജീവിതത്തിലും നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെല്ലാവരും യഹോവയാൽ പഠിപ്പിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കണമേ അപ്പാ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനായി പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്ന സ്കൂളുകൾ, കോളേജുകളിൽ, പ്രൊഫഷണൽ കോഴ്സുകളിൽ കർത്താവെ, മറ്റ് ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാറ്റിലും ഉന്നതമായിരിക്കുന്ന ഒരു ജയം ഞങ്ങളുടെ തലമുറകൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുവാൻ, വേഗത്തിൽ കർത്താവെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവമേ നല്ല ഉയർച്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ, അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവികമായിരിക്കുന്ന ഒരു ഫേവർ അവരിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ, യൗവനക്കാരായിരിക്കുന്ന മക്കൾ, ദൈവമേ, ചില കുഞ്ഞുങ്ങൾ അകപ്പെട്ട് പോയിരിക്കുന്ന വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, ദുഷ്ടൻ അവരെ വലച്ച് വശീകരിച്ച് കർത്താവെ, കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, ദൈവമേ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ ദൈവമേ അകറ്റിക്കളയുമ്പോൾ അവരുടെ ഹൃദയത്തെ വശീകരിച്ച്, സമയത്തെ വശീകരിച്ച്, ദൈവമേ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കി, ശ്രദ്ധ മാറ്റി, ദൈവമേ, ഏകാഗ്ര ഹൃദയത്തെ നഷ്ടപ്പെടുത്തി പലതിലും കിടക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പല പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ വേഗത്തിൽ അതെല്ലാം എഴുതിയെടുക്കുവാൻ മുഖാന്തരങ്ങൾ ഒരുങ്ങണം. എക്സാം ആകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ചെറുതും വലുതുമായിരിക്കുന്ന ജോലി ചെയ്യുന്നവർ കർത്താവെ, അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാതിരിക്കുന്നവർ, ബിസിനസ്സുകൾക്ക് ദൈവമേ ഒരു പുരോഗതി ഇല്ലാതിരിക്കുന്നവരുടെ കരങ്ങളുടെ പ്രവൃത്തി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. എല്ലാ തടസ്സങ്ങളെ അവിടെ നിന്ന്
മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണം അപ്പ. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹ ജീവിതത്തെ നൽകണമേ. കുടുംബജീവിതങ്ങൾ ഭിന്നതകൾ അനുഭവിക്കുന്നവർക്ക് സമാധാനത്തെ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജ്യങ്ങളെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിക്കണമേ. നിയമങ്ങൾ പ്രതികൂലമാകുമ്പോൾ ദൈവമേ പ്രതീക്ഷയോടുകൂടി മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നുപോയി കർത്താവേ, ഹൃദയത്തിൽ ഒത്തിരി ടെൻഷനും ദൈവമേ സ്ട്രെസ് എല്ലാം അനുഭവിച്ചത് ശരീരത്തിന് ദൈവമേ ദോഷകരമായ ഒക്കെ ശാരീരികമായും മാനസികമായും ഭാരം അനുഭവിക്കുന്ന ദൈവമേ വിഷമതകളിൽ കിടക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവമേ തലമുറകളെയും കർത്താവേ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഉന്നം വെച്ച വൈരിയുടെ മുമ്പിൽ തകർന്നു പോകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ കുടുംബങ്ങൾ ദൈവമേ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്ഭുതകരമായ നിയമങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ. ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിവിധ തരത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതിലെല്ലാം ദൈവിക സൗഖ്യം അവിടെ നിന്ന് അയക്കണമേ. അൾസറിൻ്റെ കംപ്ലൈൻറ്റുകളെ അവിടെ നിന്ന് മാറ്റണം. ഇപ്പോൾ ഹെർണിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ദൈവമേ സ്തോത്രം, സർജറി ഇല്ലാതെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഉദരങ്ങളിലേക്ക് ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അലർജികൾ, ഡൈജഷൻ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, സ്കിൻ അലർജികൾ, ഫുഡ് അലർജികൾ, ദൈവമേ ശ്വാസകോശ സംബന്ധമായിരിക്കുന്ന അലർജികൾ എല്ലാറ്റിലും യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ദൈവമേ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഡയാലിസൊക്കെ ചെയ്യുന്നവർക്ക് കർത്താവെ ഒരു ആശ്വാസവും വിടുതലും എൻ്റെ അപ്പ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലവും കർത്താവെ ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും കർത്താവ് ദൈവമേ ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഷ്ട മനുഷ്യരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, കർത്താവെ കാറ്റിൽ നിന്ന്, മഴയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, തീയിൽ നിന്ന് ഒക്കെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും ഭവനങ്ങൾ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രകാരം പറയുന്നു: നമ്മുടെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം എഴുതിയിരിക്കുന്നു. കരുതലിനെ കുറിച്ച് പറയുന്നു, സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായിരുന്നിട്ടും മറ്റ് സഭകൾക്കും പൗലോസിനും വേണ്ടി അവർ ധനം ശേഖരണം നടത്തുകയും പൗലോസിനെ കൈത്താങ്ങുകയും ചെയ്തത് കൊണ്ട് പൗലോസ് അവരെ അനുഗ്രഹിച്ച് പറയുകയാണ്, അവർ നൽകിയ അല്പത്തിനോ അല്ലെങ്കിൽ അവരുടെ അളവിനോ ഒത്തവണ്ണമല്ല ദൈവം അവരെ തിരിച്ച് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സഭയെ അനുഗ്രഹിക്കുമ്പോൾ മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവരെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ്, പ്രവാചകൻ എന്ന് വെച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മുടെ കയ്യിൽ നിന്നൊരു നന്മ പ്രാപിച്ചിട്ട് തിരികെ ഒന്നും മടക്കി തരാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് കണ്ണടച്ചിരിക്കുന്ന ഒരു ദൈവമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ഒരു വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിച്ചോ, സമ്പത്തിനെ കൊടുത്തോ, അവർക്ക് മറ്റ് എന്തെങ്കിലും സഹായം ചെയ്തോ, ഒരു ഉപദേശം കൊടുത്തോ, കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് അതിന് 100 ഇരട്ടിയായി പ്രതിഫലം തരികയും നിങ്ങൾ കാണാത്ത മണ്ഡലങ്ങളിൽ, നിങ്ങൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത്, നിങ്ങൾക്കറിയാത്ത വ്യക്തികളിലൂടെ ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ടെന്നതുപോലെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ വചനത്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെയും കർത്താവ് പൂർണ്ണമായി ദൈവത്തിൻ്റെ മഹത്വത്തോടെ ഇന്ന് പകൽക്കാലവും തീർത്ത് തരുവാൻ കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.